നീ എപ്പോ ഏത് ഹോസ്പിറ്റലിൽ വെച്ചാണ് ഈ കൊച്ചിനെ തട്ടിയെടുത്തതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഞാനിപ്പോ ഒന്ന് മനസ്സ് വെച്ചാ പോലീസിനെ വിളിച്ചു പറഞ്ഞ് നിന്നെ ഇപ്പൊ തന്നെ ജയിലിലാക്കാനായിട്ട് എനിക്ക് പറ്റും. മര്യാദയ്ക്ക് സുബിയെ നമ്മുടെ കൂടെ അയച്ചോ. സുബിയുടെ കൂടെ നിങ്ങളുടെ ലൈഫും സെറ്റിലാവും. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യാ? സുബിയെ പറഞ്ഞയച്ചില്ലെങ്കിൽ അയാൾ എൻ്റെ പേര് കംപ്ലൈന്റ് കൊടുക്കുമെന്നല്ലേ പറഞ്ഞേ? മുത്തശ്ശ, മുത്തശ്ശ, എന്തു പറ്റി? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? സ്കൈ ഇടിഞ്ഞു വീണ പോലെ എന്താ ഗ്രാൻഡ് ഇങ്ങനെ ഇരിക്കുന്നേ? ഞാൻ എന്തിനാ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നേ? ഞാൻ വരില്ല. എന്റെ മുത്തശ്ശന് എന്ത് പറ്റിയാലും നിന്റെ അച്ഛന്റെ കൂടെ എന്നെ പറഞ്ഞയക്കില്ല. വെറുതെ എന്നെ പ്രാന്ത് പഠിപ്പിക്കണ്ട. ഇവിടുന്ന് പോവാൻ നോക്ക്. സുബി, എന്താ മുത്തശ്ശ? ഞാനൊരു കാര്യം പറഞ്ഞ മോള് കേക്കോ? പറ മുത്തശ്ശ. മോള് ആ ശ്രീരാം ദേശായിയുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോകണം. എന്തിനാ മുത്തശ്ശ? ഇല്ല, അങ്ങോട്ട് ഞാൻ പോവില്ല. അങ്ങനെ പറയല്ലേ മോളെ. നീ അങ്ങോട്ട് പോയാ അവർക്കതൊരു സഹായമാവും. നിനക്കും ഒരു കുടുംബം കിട്ടും മോളെ. മോൾ ആഗ്രഹിക്കുന്ന പോലെ അച്ഛന്റെ അമ്മയുടെ സ്നേഹവും കിട്ടും. എനിക്ക് എന്റെ അച്ഛനും അമ്മയുണ്ടല്ലോ, അവരുടെ സ്നേഹം മതി. അവര് വരുന്നവരെ നിങ്ങളുടെ സ്നേഹം എനിക്ക് ഉണ്ടാവില്ലേ? നിങ്ങളുടെ സ്നേഹം മതി. എനിക്ക് എങ്ങോട്ടും പോവണ്ട. എനിക്ക് നിങ്ങളുടെ സ്നേഹം മതി. കാവേരി ചേച്ചി, നിങ്ങളെങ്കിലും പറ മുത്തശ്ശനോട് ഞാൻ ആ ശ്രീരാം ദേശയുടെ വീട്ടിലേക്ക് പോവില്ല എന്ന്. നോക്കുമോളെ, വാശി പിടിക്കല്ലേ. നീ അവരുടെ കൂടെ പോയി കഴിഞ്ഞാ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. പിന്നെ ഒന്നും മോഷ്ടിക്കേണ്ടി വരില്ല. സർക്കസ് ഒന്നും പറഞ്ഞ് നാട് നീളം നടക്കേണ്ടിയും വരില്ല. അവര് ഞങ്ങൾക്ക് പൈസ തന്ന് നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോളും. കൂടെ പോയിക്കോണം. അച്ഛനും അമ്മയും നിന്നെ അന്വേഷിച്ച് ഒരച്ഛനും അമ്മയും വരാൻ പോകുന്നില്ല. നിന്നെ എനിക്ക് കുപ്പത്തൊട്ടിന്ന് കിട്ടിയതാ. നിന്നെ അവിടെ കളഞ്ഞിട്ട് പോയവര് ഇനി എന്തിനു അന്വേഷിച്ചു വരണം? മിണ്ടാതെ അവരുടെ കൂടെ പൊയ്ക്കോ. അതാ നിന്റെ ജീവിതത്തിന് നല്ലത്. പൂവിന്റെ കൂടെ തണ്ട് സ്വർഗത്തിൽ പോകും പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഗുണം ചെയ്യും. അല്ലാതെ നിന്റെ അച്ഛനും അമ്മയും വരുമെന്ന് കരുതി കാത്തിരുന്ന ഈ ജന്മം മുഴുവൻ അങ്ങനെ ഇരിക്കേണ്ടിയും വരും. മുത്തശ്ശ, പിന്നെ അത് തന്നെ പറഞ്ഞ് എന്തിനാ അവളിങ്ങനെ വിഷമിപ്പിക്കുന്നേ? കരയണ്ട സുബി.
വൈറ്റ് ഫ്രോക്ക് എവിടെയും കാണുന്നില്ലല്ലോ. ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടില്ല. പിന്നെ അത് എവിടെ പോയതായിരിക്കും? നോക്കട്ടെ. സീതേ, നീ എന്താ നോക്കുന്നേ? മീമ, സിഹിയുടെ ഒരു വൈറ്റ് ഫ്രോക്ക് ഉണ്ടായിരുന്നല്ലോ, അവൾ എന്റെ ബർത്ത്ഡേ കിട്ടത്. അതെവിടെ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല മീമ. ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് എടുത്തു വെക്കാന്ന് കരുതിയിട്ടാ, പക്ഷെ അത് കാണുന്നേയില്ല. പാവം സീത, ആ ഡ്രസ്സാണോ നോക്കുന്നത്? അവളോട് എന്തു പറയും? സീതേ, അതിവിടെ എവിടെയെങ്കിലും കാണും. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയാ പോരെ? വാ, ഭക്ഷണം ഉണ്ടാക്കാം. കോളിഫ്ലവർ വെച്ച് പെട്ടെന്നൊരു തോരൻ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞില്ലേ നീ? നല്ല ഫ്രഷ് കോളിഫ്ലവർ കൊണ്ടുവന്നിട്ടുണ്ട്. ശരി മേമ, പക്ഷെ ആ വൈറ്റ് ഫ്രോക്ക് ഒന്ന് കിട്ടട്ടെ. സീത, നീ എന്തീ ചെയ്യുന്നേ? അമ്മേ, അത് സിഹിയുടെ വൈറ്റ് ഫ്രോക്ക് ഉണ്ടായിരുന്നല്ലോ, അത് നോക്കായിരുന്നു. വൈറ്റ് ഫ്രോക്ക് എന്ന് പറഞ്ഞാ അന്ന് ലോയർ ഓഫീസിൽ പോയപ്പോ സിഹിമോൾ ഇട്ടിരുന്ന ഉടുപ്പല്ലേ, അതാണോ? അതെ. സീത, അന്ന് സംഭവിച്ചത് എന്താണെന്ന് നിനക്ക് ശരിക്കും ഓർമ്മയില്ലേ? എന്ത് സംഭവിച്ചെന്നാ? നീയും സിഹിം അന്ന് ലോയർ ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഇവിടുന്ന് വീണ്ടും പോയി. അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചത്? കേക്ക് കട്ടിയാൻ എല്ലാരും റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. വാ, നമുക്ക് പോവാം. എന്തുപറ്റിയെങ്കിൽ? ഞാൻ പോയിട്ടത് കൊണ്ടുവരാം. ഇതാ ഡോക്യുമെന്റ്സ്. എന്ത് കാര്യമെന്ന് പറയേ? സീതേ, അമ്മേ, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. എന്താ കാര്യം? സത്യമായിട്ട് ഓർമ്മയില്ല? സോ സാഡ് സീത. ശരി, പോട്ടെ, ഞാൻ തന്നെ പറഞ്ഞുതരാം. ഓർമ്മ വരുന്നുണ്ടോന്ന് നോക്ക്. നീയും സിഹിയും 2ാം തവണ ലോയറിന്റെ ഓഫീസിലേക്ക് പോയില്ലേ? അപ്പോ സിഹിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. നീയും സിഹിയും 2ാം തവണ ലോയറിന്റെ ഓഫീസിലേക്ക് പോയില്ലേ? അപ്പോ സിഹിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. ആ ആക്സിഡന്റില് നമ്മുടെ സിഹി നമ്മളെയെല്ലാം നിങ്ങൾ ഇനി ഒന്നും പറയരുത്.
പറയുന്നത്? എന്റെ സിഹിക്ക് ആക്സിഡന്റോ? ഇല്ല ഇല്ല, എന്റെ സിഹിക്ക് ആക്സിഡന്റ് പറ്റിയിട്ടില്ല. സീത, മേമ, ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ സിഹിക്ക് ആക്സിഡന്റ് ആയിട്ടില്ല മേമ. സീത, ഞാൻ കള്ളം പറഞ്ഞതല്ല, ഞാൻ സത്യം പറഞ്ഞേ. സിഹിക്ക് ആക്സിഡന്റ് ആയ ശേഷം അവള്... അമ്മേ, പ്ലീസ് ഒന്ന് മിണ്ടാതിരിക്കമ്മേ. സീത, നീ പേടിക്കണ്ട. ചേച്ചി നിന്നെ വെറുതെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ, അല്ലേ ചേച്ചി? മേമ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആരെങ്കിലും തമാശ കളിക്കോ? കുട്ടിക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് അമ്മയുടെ അടുത്ത് ആരെങ്കിലും വന്ന് പറയോ? അത് കേൾക്കുന്ന ഒരു അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനൊക്കെ ആരെങ്കിലും പറയുവോ? നെക്സ്റ്റ് ടൈം ഇതുപോലെ എന്തെങ്കിലും തമാശയായിട്ട് വന്നാലുണ്ടല്ലോ നിങ്ങള്. പക്ഷെ അന്ന് റാമു എന്റെ അടുത്ത് സിക്ക് എന്തോ ആക്സിഡന്റ് പറ്റിയതായിട്ട് പറഞ്ഞിരുന്നല്ലോ. ആക്സിഡന്റ് പറ്റിയത് സത്യമായിരിക്കോ? സീത, ഇല്ല, ഒരു ആക്സിഡന്റും ഉണ്ടായിട്ടില്ല. സിയുടെ ഫ്രോക്ക് നോക്കാം, വാ വാ. സീതാമാതേ, നിന്റെ ഭ്രാന്ത് മാറാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് നടന്നതൊക്കെ പറഞ്ഞ് നിന്റെ ഭ്രാന്തിന് ഞാൻ ആക്കം കൂട്ടും. എത്തിയോ? വരൂ. നിങ്ങളുടെ കൂടെ പോവാൻ പറഞ്ഞപ്പോ തുടങ്ങിയ കരച്ചില. അവൾക്ക് വരാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എങ്ങനെയാ വിടുന്നേ? ഇത്രയും വർഷം എന്റെ കൊച്ചുമോളായിട്ടാ വളർത്തിയത്. പോകാൻ ഇഷ്ടമില്ലെങ്കിൽ അവളെ തള്ളി പറഞ്ഞേക്കാൻ എനിക്ക് പറ്റുന്നില്ല. സിഹി, ഞാൻ സിഹി അല്ല. സോറി മോളെ. സുബി, നോക്കൂ സുബി, ഇത്രയും കാലം നീ ആരുടെ കൂടെയായിരുന്നോ? ഇപ്പൊ പെട്ടെന്ന് അവരെല്ലാം വിട്ടിട്ട് ഒരു പരിചയമില്ലാത്ത എന്റെ കൂടെ വരാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവും, എനിക്കറിയാം. മോക്ക് ഉറപ്പായിട്ടും പേടിയുണ്ടാവും, അറിയാം. പക്ഷെ എന്റെ മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്നെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. എന്റെ മകളെ ഞാൻ നോക്കിയത് എങ്ങനെയാണോ അങ്ങനെ. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ട് എന്റെ കൂടെ വാ. എന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ നിന്റെ സഹായം ആവശ്യമുണ്ട് മോളെ. എന്ന് കരുതി കാര്യം കഴിഞ്ഞാൽ നിന്നെ ഞാൻ എങ്ങോട്ടേക്കും പറഞ്ഞേക്കില്ല. നിന്നെ ഞാൻ എന്റെ സ്വന്തം മകളായിട്ട് ദത്തെടുത്തോളാം. നിനക്ക് ഞങ്ങളുടെ മകളായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ കഴിയാം. നിന്റെ മുത്തശ്ശനെയും നിന്റെ ഈ ഫ്രണ്ട്സിനെയും ഞാൻ ഹെൽപ്പ് ചെയ്തോളാം. ഓക്കെ ആണോ? നീ എൻ്റെ കൂടെ വരില്ലേ മോളെ? ഇല്ല, ഞാൻ വരില്ല. നീ അങ്ങനെ പറയല്ലേ മോളെ. നിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങൾ കണ്ടിട്ട് പോയിക്കോളാം. നിനക്കവിടെ മഹാറാണിയെ പോലെ കഴിയാം. സമ്മതിക്ക്. അതെ സുബി, എപ്പോഴും അമ്മ അമ്മ എന്ന് പറഞ്ഞ് നീ സ്വപ്നം കാണുന്നതല്ലേ? ആ അമ്മയെ നിനക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല. നിന്റെ ആ അമ്മ എവിടെയാ ഉള്ളത്, വരുവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കുറഞ്ഞ പക്ഷം നീ ഇവരുടെ കൂടെ പോയ
നിനക്ക് സീതമ്മയെങ്കിലും കിട്ടും. പോ മോളെ. ഇവരുടെ കൂടെ പോയാ നിനക്ക് സ്കൂളിൽ പോവാം. പ്ലീസ് സുബി. സുബി, നീ ഇനി എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? എന്റെ സീതമ്മേ നിനക്ക് ഇഷ്ടമല്ലേ? അതേപോലെ സീതമ്മയ്ക്കും നീ എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടാ. അവർക്ക് വേണ്ടിയെങ്കിലും നീ അച്ഛനും കൂടെ പോ സുബി, പ്ലീസ്. സീതേ, അത് ഇവിടെ ഇല്ലെങ്കിൽ സിഹി വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. ശ്വേതയോട് ഞാൻ അത് തിരയാൻ പറയാം. പോരെ? ശരി മേമ. സീത, ഇതെന്ത് ബില്ല? അപ്പോ ഏതോ കുട്ടിക്കുള്ള ഒരുപാട് വസ്ത്രങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലോ. വേറെ ഏത് കുട്ടിക്ക് വാങ്ങാനാമേ? സിഹിക്ക് വേണ്ടി വാങ്ങിയതായിരിക്കുന്നേ. എന്നോട് പോലും പറഞ്ഞിട്ടില്ല. ഇത് നോക്കി ഇത്ര അധികം വസ്ത്രങ്ങളുണ്ട്, എന്നിട്ടും പോയി വാങ്ങും. ഈ അച്ഛനും മോളും കൂടി വാങ്ങുന്ന ഡ്രസ്സെല്ലാം എവിടെ കൊണ്ടാ വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ ഗസ്റ്റ് റൂമിൽ കാണും. ചിലപ്പോ സിഹിയുടെ ഫ്രോക്കും അവിടെ തന്നെ ഉണ്ടാവും. മരിച്ചുപോയ സിഹിക്ക് റാമു വസ്ത്രങ്ങൾ വാങ്ങിയെന്നോ? ബില്ല് ഇന്നത്തെ ഡേറ്റ് ആണല്ലോ. അതെങ്ങനെ ശരിയാവും? ഞാൻ നിങ്ങളുടെ കൂടെ വന്നാ എനിക്ക് അമ്മയെ കിട്ടുമോ? ഉറപ്പായിട്ടും മോൾക്ക് അമ്മയെ കിട്ടും. മകളില്ലാതെ വിഷമിക്കുന്ന എന്റെ ഭാര്യയ്ക്ക് ഒരു മകളെയും കിട്ടും. നീ എന്റെ കൂടെ വരുമോ മോളെ സുബി? വന്നോളാം. പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ നിങ്ങൾ സമ്മതിച്ചാലേ ഞാൻ നിങ്ങളുടെ കൂടെ വരൂ. മോള് നമ്മുടെ കൂടെ വരുമെങ്കിൽ നീ എന്ത് കണ്ടീഷൻ പറഞ്ഞാലും നമുക്ക് ഓക്കെയാ. യെസ്, മോള് കാര്യം പറ. സീത, ഈയിടെയായിട്ട് നമ്മുടെ അപ്പോ ഓഫീസിലുള്ളതിനേക്കാളും കൂടുതൽ പുറത്താ ഉണ്ടാവാറ്. നിന്റെ കൂടെ വീട്ടിലും ഉണ്ടാവാറില്ല. എന്താ ഏതാന്നൊന്നും നീ ചോദിക്കാറില്ലേ? എന്തിനാമേ? ഈയിടെയായിട്ട് എന്റെ അപ്പോ എന്റെ അടുത്ത് ഒന്നും ഷെയർ ചെയ്യാറില്ല. കല്യാണം കഴിഞ്ഞ പിന്നെ എല്ലാം ഭാര്യയുടെ അടുത്താവുമല്ലോ. ഭാര്യമാരുടെ അടുത്തല്ലേ എല്ലാം ഷെയർ ചെയ്യാ, അല്ലേ? നിന്റെ അടുത്തെങ്കിലും അവൻ പറയാറുണ്ടാവുമല്ലോ. ബിസിനസ് ഒക്കെ ആവുമ്പോ അതിന്റേതായ തിരക്കുണ്ടാവില്ലേ അമ്മേ? എന്തേലും പറയാനുണ്ടെങ്കിൽ റാമത് പറഞ്ഞോളും. എന്നോട് അങ്ങനെ ഒന്നും മറച്ചു വെക്കാറില്ല. എന്റെ അപ്പോ സത്യത്തില് പുണ്യം ചെയ്തവനാണ്. നിന്നെ പോലൊരു ഭാര്യയെ കിട്ടിയല്ലോ. വേറെ ഭാര്യമാരൊക്കെ ആയിരുന്നെങ്കില് ഭർത്താവ് ഓഫീസിലും പോയിട്ടില്ല, വീട്ടിലും ഇല്ല എന്ന് പറയുമ്പോ ഡെഫിനറ്റ്ലി വേറെ എന്തെങ്കിലും കരുതുമായിരുന്നു.
ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തായിരുന്നൊരു പെർഫോമൻസ്. പക്ഷെ ഇപ്പോ അതിന് നേർ വിപരീതമായി നിൽക്കുന്നു. സിഹിയുടെ കാര്യം ഒഴിച്ച് ബാക്കി ഇവളെല്ലാ കാര്യത്തിലും നോർമലാണ്. ഇതിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ചിലപ്പോ സിഹിയുടെ മരണം അവള് അംഗീകരിച്ച് നോർമലാവാനും വഴിയുണ്ട്. വേണ്ട ഭാർഗവി, എന്തെങ്കിലും ചെയ്ത് നീ ഇത് ബ്രേക്ക് ചെയ്യണം. ഈ കള്ളി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. സുബി, എന്താ കണ്ടീഷൻ? പാവമുള്ള എന്റെ അച്ഛൻ കുറെ നേരമായിട്ട് ചോദിക്കുന്ന കണ്ടില്ലേ? വെറുതെ അവരുടെ കൂടെ പോകുന്നതിന് പകരം എന്താ നിന്റെ പ്രശ്നം? എന്താ മോളെ നിന്റെ കണ്ടീഷൻ? മോളെ, നിന്റെ കണ്ടീഷൻ എന്താണെങ്കിലും എനിക്ക് ഓക്കെയാണ്. പക്ഷെ മോള് എന്റെ മകളായിട്ട് എന്റെ വീട്ടിലേക്ക് വന്നാ മതി. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം. പറ്റുമോ? എന്താ അത്? കാവേരി ചേച്ചി, നിങ്ങൾക്ക് പിസ്സ ഭയങ്കര ഇഷ്ടമല്ലേ? ആ, എനിക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞ ജീവനാ. കുട്ടിലിംഗം, നിനക്ക് എന്താടാ ഇഷ്ടം? എനിക്ക് പാസ്ത ഇഷ്ടമാണെന്ന് അറിയില്ലേ തമ്പുരാട്ടിക്ക്? പാസ്ത. ജാക്കി ചേട്ടാ, നിങ്ങൾക്ക്? തിന്നുന്ന കാര്യത്തില് എനിക്ക് എവറിത്തിങ് ഇഷ്ടാ. പിസ്സ, ബർഗർ, നൂഡിൽസ്, പാസ്ത, പിന്നെന്താ സാൻഡ്വിച്ച്, എല്ലാം പോവും. മുത്തശ്ശ, നിങ്ങൾക്ക് എന്താ ഇഷ്ടം? ഇവളെന്താ ഇങ്ങനെ ചോദിക്കുന്നേ? എന്തിനാ മോളെ ഇപ്പൊ ഇതൊക്കെ ചോദിക്കുന്നേ? നിങ്ങൾ പറ മുത്തശ്ശ. എനിക്ക് ബിരിയാണിയാ ഇഷ്ടം. കേട്ടല്ലോ അല്ലേ ഇവിടെ ആർക്കൊക്കെ എന്തൊക്കെയാ ഇഷ്ടമെന്ന്? ആ, പിന്നെ എന്താ കേട്ട് നിൽക്കുന്നേ? ഇതെല്ലാം വാങ്ങിത്തരണം. അതിനിപ്പോ എന്താ, ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തേക്കാം. 15 മിനിറ്റിൽ ഇവിടെ എത്തും. ആദ്യം ഇതൊക്കെ വാങ്ങിക്കേ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. സുബി, ഒരുപാട് ഓവറാക്കല്ലേ കേട്ടോ.